जय राधा माधवा कुंज बिहारी। जय राधा माधवा कुंज बिहारी। जय गोपीजन वल्लभा गिरिवरधारी। जय गोपीजन वल्लभा गिरिवरधारी। जय राधा माधवा कुंज बिहारी। जय राधा माधवा कुंज बिहारी। यशोदा नंदन व्रज जन रंजन। यशोदा नंदन व्रज जन रंजन। यमुना तेरा वनचारी। यमुना तेरा वनचारी। जय राधा माधवा कुंज बिहारी। जय राधा माधवा कुंज बिहारी। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। जय राधा माधव राधा माधव राधे। जय रुक्मिणी देवी जय द्वारकाधीश। जय रुक्मिणी देवी जय द्वारकाधीश। जय जगन्नाथ जय जगन्नाथ जय बलदेवा जय सुभद्रमाई। जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम। जय गौरानी ताय गौरानी ताय गौरानी ताय। जय गौरानी ताय। जय जय प्रभुपाद प्रभुपाद प्रभुपाद। जय जय प्रभुपाद। जय जय गुरुदेव गुरुदेव गुरुदेव। जय जय गुरुदेव। जय श्री श्री राधा माधव की जय। श्री श्री जगन्नाथ बलदेव सुभद्रा महारानी जी के। श्री गौरताय की जय। श्री कृष्ण बलराम की जय। आनंद पद्मनाभ स्वामी की जय। आनंद गौरी वैष्णव जी की जय। गौर प्रेम। ഹരേ കൃഷ്ണ പ്രഭു സന്മാനജീസ് എല്ലാവരെയും നിത്യം ഭാഗവത സേവയ സത്സംഗത്തിലേക്ക് രാവിലത്തെ ക്ലാസ്സിന് വന്നു ചേർന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 2 ശ്ലോകം 26. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्ठिकी। मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरं परमानन्दमाधवम्। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। आनंद लीलामय विग्रहाय हेमावति व्यास सुंदराय तस्मै महाप्रेम रस प्रदाय श्री चैतन्य चंद्राय नमो नमस्ते। श्री चैतन्य चंद्राय नमो नमस्ते। श्री चैतन्य चंद्राय नमो नमस्ते। हरे कृष्णा ഒരു ശ്ലോകം ഒന്ന് എടുത്തേനെ.
ഈ അദ്ദേഹത്തിന്റെ പേര് ദിവ്യത്വവും ദിവ്യ സേവനവും എന്നാണ്. നമുക്ക് ശ്ലോകം നോക്കാം. 26. മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതിൻ അഥ ഹിത്വാ ഭൂതപതിൻ അഥ മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതിനഥ ഹിത്വാ ഭൂതപതിനഥ നാരായണ കലാശാന്ത നാരായണ കലാശാന്ത നാരായണ കലാശാന്ത ഭജന്തി ഹേ അനസൂയവാ ഭജന്തി ഹേ അനസൂയവാ ഭജന്തി ഹേ അന്യ അനസൂയവാ മുമുക്ഷുവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതിനഥ ഹിത്വാ ഭൂതപതിൻഹത നാരായണ കലാശാന്ത നാരായണ കലാശാന്ത ഭജന്തി ഹേ അനസൂയവാ ഭജന്തി ഹേ അനസൂയവാ. ഇതിന്റെ വാക്കർത്ഥവും വിവർത്തനവും ഭാവാർത്ഥവും ബൈ ഇസ്രുവൻ ഗസ് എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. കുറച്ച് നീണ്ട ഭാവാർത്ഥമുണ്ട്, നോക്കാം. മുമുക്ഷവോ മോക്ഷം ആഗ്രഹിക്കുന്നവർ, മുമുക്ഷുക്കൾ, ഘോരമായ ഭയങ്കരമായ, രൂപാൻ അപ്രകാരമുള്ള രൂപങ്ങൾ, ഹിത്വ തിരസ്കരിച്ചിട്ട് നിരാകരിച്ചിട്ട്, ഭൂതപതീൻ ദേവന്മാർ, അഥ ഇക്കാരണത്താൽ, നാരായണ പരമദിവ്യത്വ പുരുഷൻ, കല പൂർണ്ണാധികാരമുള്ള അംശങ്ങൾ, ശാന്ത അത്യാനന്ദ സമ്പൂർണമായ, ഭജന്തി ആരാധിക്കുന്നു, ഹി നിശ്ചയമായും, അനസൂയവ അസൂയ തീണ്ടാത്ത. വിവർത്തനം: ഗൗരവ മോക്ഷാർത്ഥികൾ മോക്ഷാർത്ഥികൾ അസൂയ തീണ്ടാത്തവരും ഏവരെയും ആദരിക്കുന്നവരും അതേസമയം ഘോരോ ബീഭത്സവുമായ ദേവരൂപങ്ങളെ പരിത്യജിച്ച് സർവാനന്ദപ്രദമായ വിഷ്ണു ഭഗവാന്റെയും ഭഗവാന്റെ പൂർണ്ണാംശങ്ങളുടെയും സ്വരൂപത്തെ മാത്രം ആരാധിക്കുന്നവരാകുന്നു. ഭാവാർത്ഥം ബൈ ഡിവൈൻ ഗ്രേസ് എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. വിഷ്ണു വിഭാഗത്തിൽ ഉൾപ്പെട്ട പരമദിവ്യത്വ പുരുഷനായ ശ്രീകൃഷ്ണൻ സ്വയം വ്യത്യസ്ത ഭാവങ്ങളിലായി പൂർണ്ണാധികാരമുള്ള സംപൃക്ത രൂപങ്ങളായും അവിഭാജ്യ ഘടകങ്ങളുമായ പാർത്ഥക്യ രൂപങ്ങളായി വിസ്തൃതവുമായി. അവിഭാജ്യ ഘടകങ്ങളായ പാർത്ഥക്യ രൂപങ്ങൾ സേവകർ, സംതൃപ്ത്യ അവശ്യ ഘടകങ്ങൾ സേവനാർഹരും ആരാധ്യ പൊരുളുമായി വിഷ്ണു തത്വ ഭാഗങ്ങളാകുന്നു. പരമപുരുഷനാൽ അധികാരപ്പെടുത്തപ്പെട്ട സർവ്വദേവന്മാരും അവിഭാജ്യ പാർത്ഥക്യ രൂപങ്ങളാകുന്നു. അവ വിഷ്ണു തത്വത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരല്ല. യഥാർത്ഥ പരമദിവ്യ പുരുഷന്റെ സമാന ശക്തിമത്തായ ജീവസത്തകളാകുന്നു വിഷ്ണു തത്വങ്ങൾ. കാലങ്ങൾക്കും പരിസ്ഥിതികൾക്കും അനുസൃതമായി വിഭിന്ന ശക്തികൾ അവർ പ്രദർശിപ്പിക്കുന്നു. പാർത്ഥക്യ അവിഭാജ്യ ഘടകങ്ങൾ പരിമിതങ്ങളായ ശക്തിയുള്ളവയാകുന്നു. വിഷ്ണു തത്വങ്ങളെ പോലെ അപരിമിതമായ ശക്തി അവർക്കില്ല. ആകയാൽ വിഷ്ണു തത്വങ്ങളെ അഥവാ പരമദിവ്യത്വ പുരുഷനായ നാരായണന്റെ പൂർണ്ണാധികാരമുള്ള അംഗങ്ങളെ അവിഭാജ്യ ഘടകങ്ങളുടെ അതേ പട്ടികയിൽ തരം തിരിക്കരുത്. ആരെങ്കിലും അപ്രകാരം പ്രവർത്തിക്കുകയാണെങ്കിൽ തൽക്ഷണം അവർ പാഷണ്ഡി എന്ന നാമമുള്ള അപരാധികളായി തീരുന്നു. കലിയുഗത്തിൽ അനേകം മൂഢന്മാർ അപ്രകാരമുള്ള നിയമാനുസാരമില്ലാത്ത അപരാധങ്ങൾ പ്രവർത്തിക്കുകയും ഇരു വിഭാഗങ്ങളെയും ഏകരീതിയിൽ ദർശിക്കുകയും ചെയ്യുന്നു. ഭൗതിക ശക്തിയുടെ പ്രാധാന്യം അനുസരിച്ച് അവിഭാജ്യ പാർത്ഥക്യ രൂപങ്ങൾക്ക് വ്യത്യസ്ത പദവികളാണുള്ളത്. അപ്രകാരം അവയിൽ ചിലത് കാലഭൈരവൻ, ശ്മശാന ഭൈരവൻ, ശനി, മഹാകാളി, കാളിൻ, ചണ്ഡിക എന്നിവയ്ക്ക് സദൃശങ്ങളാകും. ഈ ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്നത് അധികവും നീച്ച വിഭാഗത്തിൽപ്പെടുന്ന തമോ ഗുണ പ്രധാനികൾ അഥവാ അജ്ഞരാകുന്നു. ബ്രഹ്മാവ്, ശിവൻ, സൂര്യൻ, ഗണേശൻ തുടങ്ങിയവരെ പോലുള്ള മറ്റു ദേവന്മാരെ ഭൗതിക ആസ്വാദനത്തിന് ആഗ്രഹങ്ങൾക്ക് വ്യഗ്രരായ രജോഗുണ പ്രധാനികളും ആരാധിക്കും. എന്നാൽ സത്വഗുണത്തിൽ അസ്ഥിരതായവർ ദാമോദരൻ, വാമനൻ, ഗോവിന്ദൻ, അധോക്ഷജൻ എന്നിങ്ങനെ അസഖ്യം നാമരൂപങ്ങളിൽ വിഷ്ണു തത്വങ്ങളെ ആരാധിക്കുന്നു. സാലഗ്രാമ ശിലയാൽ സന്നിഹിതമായിരിക്കുന്ന വിഷ്ണു തത്വത്തെ യോഗ്യരായ ബ്രാഹ്മണർ ആരാധിക്കുന്നു. ചില ഉന്നത ജാതിക്കാർ, ക്ഷത്രിയർ, വൈശ്യർ തുടങ്ങിയവരും സാധാരണയായി വിഷ്ണു തത്വത്തെ പൂജിക്കുന്നു. സത്വഗുണ അധിഷ്ഠിതരായ ശ്രേഷ്ഠ ബ്രാഹ്മണർക്ക്
മറ്റ് ആരാധനാ സമ്പ്രദായങ്ങളും വിദ്വേഷങ്ങളും. മറ്റ് ദേവന്മാരും കാലഭൈരവൻ അഥവാ മഹാകാളിയെ പോലുള്ള ഘോര രൂപങ്ങളാണ്. അവർക്ക് എല്ലാ വിധത്തിലുള്ള ബഹുമാനങ്ങളുമുണ്ട്. ഇത്തരം ബീഭത്സ ലക്ഷണങ്ങളോട് കൂടിയ പരമപുരുഷന്റെ രൂപങ്ങളെ തന്നെ വിഭിന്ന പരിസ്ഥിതികളിലെ വിവിധ ഭഗവത് സേവകരാകുന്നു. എന്നിരുന്നാലും ബീഭത്സവും ആകർഷകവുമായ ലക്ഷണങ്ങളോട് കൂടിയ സർവ്വദേവ രൂപങ്ങളെയും അവർ നിരാകരിക്കുന്നു. അപ്രകാരം ഭൗതികാസ്വസ്ഥതയിൽ നിന്നുള്ള മോചനത്തെ അവർ ഗൗരവമായി പരിചിന്തയ്ക്കയാൽ വിഷ്ണു സ്വരൂപങ്ങളിൽ മാത്രം അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അഖില ദേവന്മാരിലും വെച്ച് സർവശ്രേഷ്ഠനായ ബ്രഹ്മദേവന് പോലും ആർക്കും മോക്ഷം പ്രദാനം ചെയ്യുവാനുള്ള കഴിവില്ല. അമരതത്വത്തിനായി ഹിരണ്യകശിപു കഠിനമായ തപസ്സര്യങ്ങൾ അനുഷ്ഠിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ആരാധ്യ ദേവനായ ബ്രഹ്മദേവന് അപ്രകാരമുള്ള അനുഗ്രഹം നൽകി ഹിരണ്യകശിപുവിനെ തൃപ്തനാക്കാൻ സാധ്യമായില്ല. ആകയാൽ വിഷ്ണു അല്ലാതെ മറ്റാരും മുക്തിപദ അഥവാ വിമോചനം ദാനം ചെയ്യുന്ന പരമവിഷ്ണു എന്ന് അറിയപ്പെടുന്നില്ല. ഭൗതിക ലോകത്തിലെ മറ്റ് ജീവാത്മാക്കളെ പോലെ ദേവന്മാർക്ക് ഭൗതിക ലോകം ഉന്മൂലനം ചെയ്യപ്പെടുമ്പോൾ സർവനാശം സംഭവിക്കുന്നു. അവർ സ്വയം മോക്ഷപ്രാപ്തി നേടാൻ കഴിവില്ലാത്തവരാകുന്നു. എന്നിരിക്കെ അവരുടെ ഭക്തർക്ക് മോക്ഷപ്രദാനം ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ച് എന്ത് പറയാനാണ്? ആരാധകന് താൽക്കാലികമായ നേട്ടമല്ലാതെ പരമമായ നേട്ടം പ്രദാനം ചെയ്യാനുള്ള കഴിവ് ദേവന്മാർക്കില്ല. ഈ ഏക കാരണത്താൽ മോക്ഷൈഹ വിദ്യാർത്ഥികൾ ദേവാരാധന മനഃപൂർവ്വം തിരസ്കരിക്കുന്നു എന്ന് വരികിലും അവർക്കാർക്കും തന്നെ മറ്റു ദേവന്മാരുടെ യാതൊരു അനാദരവും ഇല്ല. ഓം തത്സത്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതകമലകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗരജാതം സഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവ श्री राधा कृष्ण पादान सगण ललिता श्री विशाखानितांश. हे कृष्णा करुणा सिंधु दीनबंधु जगतपते गोपेश गोपिकांत राधा कांत नमस्ते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वंशकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंद. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. जय श्री प्रभुपाद की जय, श्री गुरुदेव की जय. हरे कृष्णा प्रभु शर्मा जी. हरे कृष्णा. हरे कृष्णा. हरे कृष्णा. हरे कृष्णा. हरे कृष्ണ. അപ്പോ നമ്മൾ ഇന്നലത്തെ കണ്ടിന്യൂഷൻ ആണ്. ഇന്നലത്തെ ശ്ലോകം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. അതിന്റെ അർത്ഥമാണ്: ഭഗവാന്റെ അസ്തിത്വം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതമാകിയാൽ സർവ്വ ഋഷിശ്രേഷ്ഠന്മാരും പരമദിവ്യതയുടെ സേവനം സമർപ്പിക്കേണ്ടായി. ഭൗതിക അവസ്ഥയിൽ സ്വതന്ത്രരാകാൻ അവർ ഭഗവാനെ ആരാധിച്ചു അവണ്ണമുള്ള ശ്രേഷ്ഠമായ പ്രാമാണികരെ പിന്തുടർന്നാലും ഭൗതിക ലോകത്തിൽ നിന്ന് സ്വതന്ത്രരാകാൻ നമ്മളെ യോഗ്യരാക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ശ്ലോകത്തിൽ നമ്മൾ നോക്കിയത്. ഇന്ന് അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയാണ്: ഗൗരവ മോക്ഷാർത്ഥികൾ അസൂയ തീണ്ടാത്തവരും ഏവരെയും ആദരിക്കുന്നവരും അതേസമയം ഘോരവും ബീഭത്സവുമായ ദേവരൂപങ്ങളെ പരിത്യജിച്ച് സർവാനന്ദപ്രദമായ വിഷ്ണു ഭഗവാന്റെയും ഭഗവാന്റെ പൂർണ്ണാംശങ്ങളുടെയും സ്വരൂപത്തെ മാത്രം ആരാധിക്കുന്നവരാണ്. ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് തരത്തിലുള്ള ആരാധനയെ നമ്മൾ ഉൾക്കൊള്ളണം നമ്മളുടെ ജീവിതത്തിൽ എന്നുള്ളതിനെയാണ് ഈ ഭാഗവതം ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഒരുപാട് ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് ഏത് തരത്തിലുള്ള ആരാധന ഇല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രാർത്ഥന നമുക്ക് മുന്നോട്ട് വയ്ക്കണം എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവര് പറയുന്നത് ഭയങ്കര സത്യമല്ലേ? നമ്മൾ ഇന്ന് നോക്കിയാൽ തന്നെ അറിയാം, പല ദേവീദേവന്മാരുടെ ചിത്രങ്ങളെ ഇല്ലെങ്കിൽ അവരുടെ മൂർത്തികളൊക്കെ നമുക്ക് നോക്കിയാൽ ഭയങ്കര ഘോരമാണ്, ഭീഭത്സമാണ്. പറയുമ്പോ തന്നെ നമുക്കൊരു തരം അതിൽ ഭക്തിയെക്കാട്ടിലും നമുക്ക് തോന്നുന്ന ഒരു തരം ഭയമാണ്. ഇന്നത്തെ ആൾക്കാരുടെ പല ആരാധനകളും പേടിച്ചിട്ടാണ് നമ്മൾ ആൾക്കാർ ചെയ്യുക, അല്ലെ? നമ്മൾ നോക്കിയാൽ അറിയാം, എന്തെങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായി പോകുമോ, എന്തെങ്കിലും ശാപം കിട്ടുമോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ദോഷം വരുമോ എന്നുള്ള തരത്തിലുള്ള ഒരു
ആരാധനയാണ് ഇന്ന് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ആ അമ്പലത്തിൽ പോകുന്നു, ഇന്നത് ചെയ്യുന്നു, ഈ അമ്പലത്തിൽ പോയി ഇന്നത് ചെയ്യുന്നു. ഇതിനെല്ലാം മുതലെടുക്കാനായിട്ട് കുറെ ജ്യോത്സ്യന്മാരും ഉണ്ട്. അവിടെ പോകൂ, ഇവിടെ പോകൂ, ഇന്നത് ചെയ്യൂ, അത് ചെയ്യൂ എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഇതൊന്നും നമ്മളെ പരമമായിട്ട് സഹായിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മളെ ദുഃഖം ഒരിക്കലും മാറുന്നുമില്ല. ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും ആർക്കെങ്കിലും ദുഃഖം മാറിയതായി, ആരെങ്കിലും സന്തോഷമായതായിട്ട് കാണുന്നുണ്ട്? ഇല്ല. ഇതൊരു ശാശ്വതമായിട്ടുള്ള ഒരു സുഖം നമുക്ക് നൽകുന്നില്ല. എന്താ പറയാ, കുറച്ചു നാളത്തേക്ക് ഇതിൽ നിന്നൊരു ചെറിയൊരു മോചനം ലഭിക്കും എന്നുള്ളതിലുപരി വേറെ ഒന്നും നമുക്ക് സംഭവിക്കുന്നില്ല. ആ ഒരു യഥാർത്ഥ സത്യത്തെ നമ്മൾ ആരും, ഇന്നത്തെ സമുദായം അതിനെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഈ ഭാഗവത്തിലൂടെ പറയുന്നു നമ്മൾ ആരെ ആരാധിക്കണം? വിഷ്ണു തത്വങ്ങളെയാണ് ആരാധിക്കേണ്ടത്. വിഷ്ണുവിന്റെ പൂർണ്ണ അംശങ്ങളെയും സ്വരൂപത്തെയും ആരാധിക്കുന്നത്. അതായത് ഭഗവാന്റെ തന്നെ എക്സ്പാൻഷൻ, ലൈക്ക് നരസിംഹ, ശ്രീരാമ, സംകർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധ, വാസുദേവ. ഈ രണ്ടാമത്തെ അധ്യായത്തിൽ ഇനിയും കുറെ കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാന്റെ വിവിധ വിസ്തരണങ്ങളെ കുറിച്ച് നമ്മൾ ദേവിക മാതാജി വളരെ ഭംഗിയായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഈ ദേവാരാധന പോലും നമുക്ക് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ ദേവന്മാർക്ക് നമുക്ക് വേണ്ട യഥാർത്ഥമായ ആനന്ദം നൽകാൻ കഴിയുകയില്ല, നമുക്ക് വേണ്ട ശാശ്വതമായ മുക്തിയും നൽകാൻ കഴിയുകയില്ല എന്ന ഭാഗവതം പറയും. ഈ പർപ്പോട്ടിൽ പറയുന്ന അവർക്കും പ്രളയകാലത്ത് ഈ പറഞ്ഞ പോലെ മുക്തി നേടാൻ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഒരാൾ ശക്തിമാനാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഈ ശക്തി വെച്ച് അടുത്തവരെ സഹായിക്കാൻ സാധിക്കണ്ടേ? പക്ഷെ അവർക്കും പറ്റുന്നില്ല. അതിനൊരു എക്സാമ്പിൾ പ്രഭുപാദ് അതിൽ കോട്ട് ചെയ്യുന്നുണ്ട്. ഹിരണ്യകശിപുവിന് മരണത്തെ അതിജീവിക്കാനുള്ള പ്രാർത്ഥനയുമായിട്ട് അദ്ദേഹം ബ്രഹ്മാവിനെ ആരാധിച്ചു. ബ്രഹ്മാവിനെ ആരാധിച്ചതിന്റെ പുറത്ത് അദ്ദേഹം എല്ലാ വരങ്ങളും കൊടുത്തു. പക്ഷെ മരണം മാത്രം ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് പറയണ്ടായി. അതുപോലെ നമ്മളുടെ ഈ ലോകത്തിലെ നമ്മളുടെ ആവശ്യം എന്താണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. നമുക്ക് വേണ്ടത് ഭൗതിക കാര്യങ്ങളാണോ അല്ലോ ആധ്യാത്മിക കാര്യങ്ങളാണോ എന്നുള്ളതിൽ ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യണം. അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ വീണ്ടും പുനഃപരിശോധന ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. കാരണം മുക്തിയാണ് നമ്മൾ താല്പര്യപ്പെടുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ മുക്തി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളുടെ ദേഹം വെടിയുക എന്നുള്ളതാണോ? ഈ മരണത്തിന് ശേഷം പോകുന്നതാണോ മുക്തി എന്ന് പറയുന്നത്? യഥാർത്ഥത്തിലല്ല. മുക്തി എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതാണ്. അത് തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മുക്തി. ശീല പ്രഭുപാദരും ഈ പറഞ്ഞ ആചാര്യന്മാരെല്ലാം മുക്താത്മാക്കളായിരുന്നു. അവരിവിടെ ജീവിച്ചിരുന്നാലും അവരെ ഈ പറഞ്ഞ ഭൗതിക മാലിന്യങ്ങളോ ഭൗതിക കളങ്കങ്ങളോ അവരെ സ്പർശിച്ചിരുന്നില്ല എന്ന് പറയാം. അത്രമാത്രം അവര് ഈ പറഞ്ഞ ഭൗതികതയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അതുകൊണ്ട് നമ്മളും അതേ രീതിയാണ് പാലിക്കേണ്ടതെങ്കിൽ ആ രീതിക്ക് നമ്മളുടെ ജീവിതത്തെ മാറ്റി ചിട്ടപ്പെടുത്തണം. കാരണം ചില പ്രഭുപാദര് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങളെയെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് തുടക്കകാലം മുതൽ ഗുരുവിനെ കണ്ടതിന് ശേഷം അവരുടെ തന്നെ ഗോഡ് ബ്രദേഴ്സ് തമ്മിലൊക്കെ പല കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഒന്ന് പോലും ശീല പ്രഭുപാദർ പിന്നോട്ട് പോയില്ല. ഇതെല്ലാം നമുക്കുള്ള മെസ്സേജ് ആണ് പ്രഭുപാദ് മാതാജി. ദയവായിട്ട് നമ്മൾ ആലോചിക്കണം. നമ്മളുടെ ഉദ്ദേശം എന്തോ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ പല തടസ്സങ്ങളും പല പ്രശ്നങ്ങളും വരും എന്നുള്ളതിന് ഉദാഹരണമാണ് ശീല പ്രഭുപാദരുടെ ജീവിതം. ഒരുപാട് തരത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ യാത്ര പോകാൻ, ബോസ്റ്റണിലേക്ക് പോകാൻ, ഇങ്ങനെ പാശ്ചാത്യ ലോകത്തേക്ക് പോകണമെന്ന് പല ഗോഡ് ബ്രദേഴ്സും അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അതിന് വേണ്ട വിധ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു സഹകരണം കൊടുത്തതായിട്ട് പറയുന്നില്ല. എന്നിരുന്നാലും പക്ഷെ അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയില്ല. അതുപോലെ നമ്മളും നമ്മളുടെ ലക്ഷ്യത്തെ ആദ്യം തിരഞ്ഞെടുക്കണം, അതിൽ ഉറച്ചു നിൽക്കണം, അതിനുശേഷം അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. കൃഷ്ണാബോധമാണ് നമ്മളുടെ ജീവിത മാർഗമാക്കാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ അതിനു വേണ്ട ചിട്ടാവട്ടങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊണ്ടുവരണം. ശ്രീ ജഗന്നാഥ് ബലദേവ് സുഭദ്ര മഹാരാണി കി ജയ. അപ്പോ ഈ പറഞ്ഞ ഇന്നത്തെ തലമുറ ഇവിടെ മെയിനായിട്ട് ഈ പറഞ്ഞ ദേവാരാധനയെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെല്ലാം കോപ്രായങ്ങൾ കാണിക്കുന്നു എന്ന് അവർക്ക് തന്നെ യഥാർത്ഥത്തിൽ അറിയില്ല.
പലപ്പോഴും നമ്മളിത് പറഞ്ഞു കൊടുത്താലും ചിലപ്പോഴൊന്നും മനസ്സിലാക്കാൻ അവർ സാധിക്കും. എന്തിനാണ് അവർ ഈ പറഞ്ഞ ദേവാരാധനയ്ക്ക് പോയി നിൽക്കുന്നത് എന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എത്ര ചെയ്താലും നമ്മളുടെ കർമ്മം അനുസരിച്ചുള്ള കാര്യങ്ങളെ നമുക്ക് നടക്കുകയുള്ളൂ. അത് സുഖമായാലും ദുഃഖമായാലും നമുക്ക് ലഭിക്കാൻ പോകുന്നത് നമ്മളുടെ കർമാനുസൃതമായ ഫലം മാത്രമായിരിക്കും. അപ്പോ നമ്മൾ ഈ ജന്മത്തിൽ എന്താ പറയല്ലേ, ഇപ്പൊ നമ്മള് സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ കാലത്തിൽ നമ്മളുടെ ഈ നല്ല ടൈമില് നമ്മൾ നല്ല രീതിക്ക് ഭക്തിയുക്ത സേവനം, ഡിവോഷണൽ സർവീസ് ബേസ്മെന്റ് ചെയ്ത് വെച്ചാൽ നല്ലൊരു അവസാന കാലം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറയുന്നു. കാരണം ഇപ്പൊ നമ്മൾ അതിനെ വേണ്ട വിധം പ്രയോജനപ്പെടുത്താതെ ഭൗതികമായിട്ട് ആസ്വദിച്ച് നടക്കാനായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഭൗതിക കാലത്തിന്റെ അവസാനം നമുക്ക് ഭയങ്കര ദുഃഖമാവും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ മധുരം മധുരം എന്ന് പറഞ്ഞ് നമ്മൾ മധുരമാകുന്ന ലഡുവിനെ എത്ര കൂടുതൽ ആസ്വദിക്കുന്നോ അത്രയും കൂടുതൽ നമ്മൾ അതേ സാധനം വെച്ച് ദുഃഖിക്കേണ്ടി വരും. അപ്പൊ ഈ ഭൗതിക ലോകം യഥാർത്ഥത്തിൽ ആസ്വാദനത്തിനുള്ളതല്ല, അതൊരു പനിഷ്മെന്റ് ആണ്. അതൊരു ജയിലായിട്ടാണ് പ്രഭുപാദര് പലയിടത്തും പറയുന്നത്. ദിസ് ഇസ് ജയിൽ. ഇവിടെ നമ്മൾ എത്ര നന്നായിട്ട് നമ്മള് പ്രവർത്തിച്ചാലും ജയിലിനകത്താണ് നമ്മൾ. പക്ഷേ ആ ജയിലിൽ നിന്ന് പുറത്തു ചാകാനുള്ള വഴിയാണ് നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഈ പറയുന്ന പ്രോസസ്സിലൂടെ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഈ പറഞ്ഞ ഭൗതികതയിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത്. ജയിലെന്ന് ഉദ്ദേശിച്ച ഭൗതികവും മാത്രമല്ല, ഈ ത്രിഗുണങ്ങളെ അതിജീവിക്കുക എന്നുള്ള പ്രവൃത്തിയും നമ്മൾ ചെയ്യേണ്ടിയിരിക്കും. ആ പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഭക്തിയുത സേവനവും നാമജപവും ശ്രവണവും ഭക്തനെ സേവിക്കലും എന്താ പറയാ ആരാധന ചെയ്യലും എല്ലാം എല്ലാം ഈ ഭക്തിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ ഭക്തിക്ക് വേണ്ടുന്ന കാര്യങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ കുറേശ്ശെയായിട്ട് കൊണ്ടുവരണം. ഈ പറയുന്ന ഇന്നെന്താ ദേവാരാധനയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞത്, ദേവന്മാരെ ആരാധിക്കേണ്ട കാര്യമില്ല എന്ന് ഈ പർപ്പോട്ടിൽ വളരെ ഭംഗിയായിട്ട് ചില പ്രഭുപാദർ പറയുന്നു. കാരണം അവരെ കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മളെ സഹായിക്കാൻ സാധിക്കുകയില്ല. അവർക്ക് മേളിലുള്ള ഇടത്തുനിന്ന് ഇത് ചോദിച്ച് അതിന് പെർമിഷൻ വാങ്ങിച്ചു വേണം നമുക്ക് വീണ്ടും താഴോട്ട് തരാം. അപ്പൊ അതിനെക്കാട്ടിലും നല്ലതല്ലേ നമ്മൾ അതിന്റെ ഏറ്റവും ടോപ്പിലായിരിക്കുന്ന ഭഗവാനെ തന്നെ ആരാധിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ വേണം നമ്മൾ നടത്താൻ. അതിനു വേണ്ടി വേണം നമ്മൾ ഭക്തിയെ ജീവിത മാർഗമാക്കി മാറ്റാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി യസ്മിൻ തുഷ്ടേ ജഗത് തുഷ്ടേ എന്ന് പറയുമല്ലോ, ഭഗവാനെ പ്രീതിപ്പെടുത്താൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പോസിബിൾ ആവും. എല്ലാ കാര്യങ്ങളും നമ്മളുടെ വിചാരിച്ചതും നമ്മൾ വിചാരിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഇതെല്ലാം ഭഗവാന്റെ കൃപയുമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തെ വളരെ സിമ്പിൾ ആണ് ഈ കൃഷ്ണാബോധം. നേരത്തെ പറഞ്ഞ പോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഭഗവാന്റെ തിരുനാമജപം ജപിക്കുക, ഭഗവാനെ കുറിച്ചുള്ള കഥകൾ കേൾക്കുക, ഭഗവാനെ കുറിച്ചുള്ള സ്തോത്രങ്ങൾ പാടുക, ഭഗവാനെ കുറിച്ചുള്ള ലീലകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യുക, ഭക്തന്മാർക്ക് വേണ്ടി ഭക്തന്മാരോട് എപ്പോഴും ഒരു സഹവാസം കൊള്ളുക. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് മുന്നേറാൻ പറ്റും. ഇതിനകത്ത് ഒരു പോയിന്റ് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഹനസൂയവേ, അസൂയ തീണ്ടാത്തവരായിരിക്കണം. നമ്മൾ ഒരിക്കലും അസൂയയിൽ മാത്രം പെട്ടുപോകരുത്. അസൂയ നമ്മളുടെ എല്ലാ നല്ല ഗുണങ്ങളെയും ചീത്തയാക്കുന്ന ഒരു കാര്യമാണ് ഈ അസൂയ. ആ അസൂയ എപ്പോ വരുന്നു വെച്ചാല് നമുക്കുള്ളിൽ ഉള്ളതിൽ സാറ്റിസ്ഫൈ ആകാതെ വരുമ്പോഴാണ് നമ്മൾ അപ്പുറത്ത് നോക്കുന്നത്. എനിക്ക് ഇന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇന്നതെല്ലാം ഉണ്ട്, എന്നിട്ടും ഒരു തൃപ്തിയില്ല, ഒരു ഇതുമില്ല എന്ന രീതിയിൽ നമ്മളെ എന്താ പറയാ കോപ്പി ചെയ്യാൻ പോകും. അടുത്തവരെ കോപ്പി ചെയ്ത് അവരെ പോലെ ഞാനും ജീവിക്കാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അസൂയ തുടങ്ങുന്നത്. ആ അസൂയ ചെറുത് മുതൽ വലിയ ലെവല് വരെ ഉണ്ട്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ അസൂയായിട്ടാവും, അത് പിന്നെ വലിയ കാര്യങ്ങളിലും പോയി അസൂയ നിൽക്കും. ഡിവോട്ടീസ് തമ്മിൽ അസൂയായാം. യഥാർത്ഥമായ ഒരു ഭക്തൻ, ഒരു ഡിവോട്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അദ്ദേഹത്തെ പ്രകീർത്തിക്കണം, അവരിൽ സന്തോഷിക്കണം. അവരുടെ ഭക്തി ഉയർച്ചയിൽ നമ്മൾ സന്തോഷിക്കണമെന്ന് രാധാനാഥ സ്വാമിമാർ പറയാറുണ്ട്. കാരണം ഒരാൾ ഭക്തിയിൽ ഉയരുന്നത് കാണുമ്പോൾ നമുക്ക് അസൂയല്ല വരേണ്ടത്, സന്തോഷം, അദ്ദേഹവും ഭഗവാന്റെ സേവ ചെയ്യുന്നല്ലോ, അതിൽ എത്രയും ശ്രദ്ധവാനായില്ലേ എന്ന് നമ്മൾ അതില് സന്തോഷം ഉൾക്കൊള്ളണം എന്ന് പറയുന്നത്. കാരണം ആ സന്തോഷമാണ് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത്. നമ്മൾ ഭഗവാനെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ഭഗവാന് വേണ്ടത് ഭഗവാന്റെ ഭക്തന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്.
ഭഗവാൻ ഒരിടത്തും എനിക്ക് അത് വേണം ഇത് വേണം എന്നല്ല, എല്ലാം കണക്ട് ചെയ്യുന്നത് ഭക്തന്മാരിലൂടെയാണ്. ഭഗവാൻ എന്ത് പറഞ്ഞാലും ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്നതെല്ലാം ഭക്തന്മാർ മുഖേനയാണ് ഭഗവാൻ എത്തുന്നത്. കാരണം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ള ഒരു യോഗ്യത ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഗുരു പരമ്പരയിലേക്ക് എത്തിക്കുന്നു. ആ ഗുരു പരമ്പര ഭഗവാന്റെ പാർഷവന്മാർക്ക് എത്തിക്കുന്നു. അവരെ നേരെ അത് രാധാറാണിക്ക് കൈമാറുന്നു. രാധാറാണി അതിന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഭഗവാനിൽ എത്തിക്കുന്നു. അത്രത്തോളം ചാനലൈസ്ഡ് ആണ് ഈ പ്രോസസ്. വളരെ എളുപ്പത്തിലുള്ള കാര്യങ്ങളല്ല, പക്ഷെ അതിനെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ അസൂയ ഇല്ലാതിരുന്നാൽ, നമുക്ക് അസൂയ ഇല്ലാതിരുന്നാൽ നമുക്ക് എന്തെല്ലാം നമ്മളുടെ ബോഡിക്ക് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഭയങ്കര ഒരു കംഫർട്ട്നെസ്സും ഒരു എനർജിയും ഒക്കെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അസൂയ നമ്മളെ എല്ലാ രീതിക്കിലും നമ്മളെ തളർത്തും, നമ്മളുടെ പുരോഗതിയെ വല്ലാണ്ട് ബാധിക്കും. അതുകൊണ്ട് അസൂയ ഇല്ലാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പലപ്പോഴും ആ ചിന്തകൾ വരും, അപ്പോഴെല്ലാം നമ്മൾ മനസ്സിനോട് പറഞ്ഞു പഠിപ്പിക്കണം, ഇത് ഭഗവാൻ കാണുന്നുണ്ട്, എനിക്ക് എന്താണോ തന്നിരിക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും ശ്രേയസ്, അത് തന്നെയാണ് നല്ലത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കുന്നത് പോലെ ഈ കാര്യവും നോക്കും. ഞാൻ ചെയ്യേണ്ടത് ഭക്തിയുത സേവനം. അതിന് എത്രത്തോളം തടസ്സമില്ലാതിരിക്കുന്നു എന്നത് മാത്രമേ ചിന്തിക്കാവൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. അത് പോയാൽ നമ്മൾ അവരെ പോലെ ജീവിക്കാൻ പോകുന്നു, ഇവരെ പോലെ ജീവിക്കാൻ പോകുന്നു, അതാവാൻ പോകുന്നു, ഇതാവാൻ പോകുന്നു, അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും ആർജിക്കേണ്ടത് സത്വ ഗുണങ്ങളാണ്. എത്രത്തോളം നല്ല ഗുണങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ ആകർഷിക്കുക, ആ ഗുണങ്ങൾ നമ്മളെ വിട്ട് ഒരിക്കലും പോകുന്നില്ല. അതിലൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നേടാൻ പറ്റും. കാരണം ഭൗതികമായ ഈ പറഞ്ഞ ശാശ്വതമായ സാധനങ്ങളിൽ നമ്മൾ എപ്പോ മോഹം വെക്കുവോ അത് നമ്മളെ ഭക്തിയിൽ നിന്ന് പിന്തള്ളും. ആദ്യം നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ പറഞ്ഞ ഈ ലോകം നമുക്കുള്ളതല്ല. നമ്മൾ ഇവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടതാണ്. അതിന് ഏറ്റവും ഉത്തമമായ മാർഗം ഈ പറഞ്ഞ ഭക്തിയുത സേവനമാണ്, ഡിവോഷണൽ സർവീസ് ആണ്, അതീന്ദ്രിയ സേവനമാണ്. ആ സേവനത്തിനെ ഞാൻ എത്രത്തോളം ബദ്ധശ്രദ്ധനായി ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. നമ്മൾ ഇത്രയും നാള് എത്രയോ വർഷങ്ങളായിട്ട് കുറെ ആൾക്കാർ നമ്മൾ ഭക്തി പ്രാക്ടീസ്, ചിലപ്പോ പലപ്പോഴും അവര് വിചാരിക്കുന്ന തലത്തിലേക്ക് അവർക്ക് ചിലപ്പോൾ ഉയർന്നു കാണാൻ സാധ്യതയില്ല. അതിന്റെ പ്രശ്നം അവരുടേതാണോ അല്ലോ നമ്മളുടെ ഫിലോസഫിയുടെ ആണോ നമ്മളുടെ ഈ പ്രസ്ഥാനത്തിന്റെ ആണോ, അത് അവനവന്റെ വ്യക്തിപരമായ കാര്യമാണ്. കാരണം ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞ് നമുക്ക് നടത്താം. നമ്മളുടെ സീരിയസ്നെസ് ഇൻ ഭക്തിയെ നമുക്കൊന്ന് ഒരു വേറൊരു വിധത്തിൽ നോക്കാം. ജസ്റ്റ് നമ്മളിപ്പോ ഒരു നമ്മളെല്ലാവർക്കും കുടുംബം, മക്കള് അല്ലെങ്കിൽ പേരക്കുട്ടികളൊക്കെ ഒരു സൈഡ് വരുന്നെങ്കിലും, നമ്മളിപ്പോ ഒരു കുടുംബത്തിനകത്തൊരു മകൻ ഒരു മകള് ഒരു വിവാഹ പ്രായം എത്തി. അപ്പൊ അവർക്ക് വിവാഹം വേണ്ട സമയം ആയിട്ടില്ല എങ്കിൽ ആ അമ്മ, അച്ഛൻ ഇല്ലെങ്കിൽ ആ സഹോദരൻ അവർക്ക് ഉണ്ടാകുന്ന ഒരു അർജൻസി ഉള്ള ആ നീഡ്, എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തണം, ഇല്ലെങ്കിൽ ഈ കല്യാണത്തിന് വേണ്ട കാര്യങ്ങളെ ഒന്ന് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവര് വളരെ ഉത്സാഹത്തോടെ ഓരോ ദിവസവും ഈ പേപ്പർ നോക്കുകയും മാട്രിമോണിയൽ നോക്കുകയും ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം ബദ്ധശ്രദ്ധമായിട്ട് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. ആ ഒരു ദുഃഖം ഇല്ലെങ്കിൽ ആ ഒരു സ്റ്റേജസിൽ കടന്നു പോകുന്നവർക്ക് അതറിയാം. അതല്ല വെച്ചാല് അവരുടെ ആ ഒരു അർജൻസി, നമുക്ക് ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് അർജൻസിയാണ്. എത്രയും പെട്ടെന്ന് ആ മകളെ നല്ലൊരു ഗൃഹത്തിലേക്ക് അയക്കണം എന്നുള്ളതിന് വേണ്ടി അവരെടുക്കുന്ന എഫേർട്ട്, ഇതേ എഫേർട്ട്, ഈ ഒരു എഫേർട്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ച ചെറിയൊരു കാര്യമാണ്, ഭൗതികമായ ഒരു കാര്യമാണ്. ആ കാര്യത്തിന് നമ്മൾ കാണിക്കുന്ന ആ ഒരു ഉത്സാഹം ഭക്തിയിൽ നമ്മൾ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യണം, ഈ വർഷം തീരുന്നതിന് മുന്നേ ഇത്രയും സേവനം ചെയ്യണം, ഇത്രയും ഭക്തന്മാരെ സേവിക്കണം, ഇത്രയും ലെക്ചർ കേൾക്കണം, ഇത്രയും സ്ഥലത്ത് എനിക്ക് യാത്ര പോകണം എന്ന് നമ്മൾ ഒരു ടാസ്ക് നമുക്ക് ഉണ്ടാക്കി ആ കാര്യങ്ങൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഭക്തിയിൽ നമ്മൾ അറിയാതെ പുരോഗമിക്കുന്ന കാര്യം നമ്മൾ അറിയും. പലപ്പോഴും നമുക്ക് ഭക്തിയിൽ ഒരു ഉത്സാഹം കുറയുന്നതിന്റെ കാര്യം ഇതാണ്, നമ്മളുടെ ശ്രദ്ധ കുറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഈ പ്രസ്ഥാനത്തിനോ ആചാര്യനോ ഒന്നിനോ അല്ല ഒരു ഫോൾട്ട്, നമ്മളിലുള്ള ശ്രദ്ധ കുറയുന്നു. അതിനെ നമ്മൾ വീണ്ടും എന്താ പറയാ ഉത്സാഹപ്പെടുത്തി എടുക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ അസൂയ ഇല്ലാതിരുന്നാൽ തന്നെ നമുക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അസൂയ നമ്മളെ എല്ലാ വിധത്തിലും തളർത്തിക്കളയും. അത് നമ്മളെ പുരോഗതിയെ ബാധിക്കും. കൃഷ്ണൻ ഭഗവത്ഗീത അർജുനന് ഉപദേശിച്ചത് തന്നെ അനസൂയവേ എന്നുള്ള ക്വാളിറ്റിയാണ്. നീ ആരിലും അസൂയാലു അല്ല അർജുന, അതുകൊണ്ടാണ് ഞാൻ നിന്നെ. അതുപോലെ നമ്മളും നമ്മളുടെ ജീവിതത്തെ അസൂയാരഹിതമാക്കി നിർത്തുകയാണെങ്കിൽ കൃഷ്ണൻ നമ്മളെയും ചൂസ് ചെയ്യും പല പല ദിവ്യമായ സേവനങ്ങളിൽ പങ്കുകൊള്ളാനായി.
നമ്മൾ പോലും അറിയാതെ നമുക്ക് പോലും ചിലപ്പോ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തെ കാര്യങ്ങൾക്ക് ഭഗവാൻ നമ്മളെ പ്രേരണപ്പെടുത്തും. നമ്മൾ അസൂയ രഹിതരായിരിക്കണം. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ ഭക്തന്മാരിൽ എല്ലാവരും നോക്കിയാൽ അറിയാം, അസൂയ എന്ന് പറയുന്ന കാര്യം അവർ വെക്കാറില്ല. ശീല പ്രഭുപാദർ ഇത്രയും കാര്യങ്ങൾ സമ്പാദിച്ചിട്ടും, ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനം നേടിയിട്ടും, സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനത്തിനെ വളർത്തിയെടുത്തതിനെയാണ് ഉദ്ദേശിച്ചത്, അല്ല കാശുണ്ടാക്കലിൽ നിന്നുള്ള ഭാവത്തിലല്ല. അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒരിടത്ത് പോലും അസൂയ ഉണ്ടായിരുന്നു, ഞാൻ ഇത്രയും ചെയ്തു, എന്നെ എന്തിനാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, ഞാൻ പറയുന്ന അനുസരിക്കും, ഒരു മുതലാളിത്വ ഭാവം, ഇതൊന്നും അദ്ദേഹം കാണിച്ചിട്ടില്ല. അദ്ദേഹം അപ്പോഴും ഒരു എളിമത്വത്തോടെ സർവന്റ് ആണ്. അത് ഈ പറഞ്ഞ അസൂയ അല്ലാതിരിക്കണം എന്ന് പറയുന്നത് തൃണാദപി ശുനീചേന തരോരപി സകൃഷ്ണന അമാനിന മാനദേന കീർത്തനീയ സദ. അപ്പൊ നമ്മളെപ്പോഴും അസൂയാരഹിതരായിരുന്നാൽ നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയും. നമ്മൾ എല്ലാവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ആ പ്രതീക്ഷ വിട്ടിട്ട് ഭഗവാനെ എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് നോക്കാം. എത്രത്തോളം ഭഗവത് കാര്യങ്ങൾ, നമ്മൾ വായിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം, നമ്മൾ കേട്ട കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം, നമുക്ക് എന്തെങ്കിലും ഭഗവാനുമായി റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൈമാറാം. ഇങ്ങനെ ഓരോ തിങ്ങിനെയും നമുക്ക് ഡിവോഷണലൈസ് ചെയ്യാം നമ്മൾ താല്പര്യപ്പെടുകയാണെങ്കിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇതെന്ന് പറയുന്നത് ദേവാരാധനകളെ ഒഴിവാക്കുക. അത് ശാശ്വതമല്ല എന്ന് ആദ്യം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് മാറി വരാൻ പറ്റും. ഈ ആൾക്കാർ അത് ചെയ്യുന്നത് കലിയുഗം ഈ പറഞ്ഞ പോലെ ഭൗതികമായ താല്പര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. നമ്മൾ അതല്ല. നമ്മൾ ഓരോരുത്തരും ആധ്യാത്മിക തലത്തിലേക്ക് മുന്നേറാൻ ശ്രമിക്കുന്നവരാണ്. അതിന് ദേവാരാധനയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. എന്ന് വെച്ച് അവരെ നിന്ദിക്കാൻ ഒരിക്കലും പാടില്ല. അവർക്ക് വേണ്ട മര്യാദകൾ നമ്മൾ നൽകുക തന്നെ വേണം. അതേസമയം നമ്മൾ അവരെ ആരാധിക്കാൻ പാടില്ല. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ശീല പ്രഭുപാദ് കി ജയ്. പ്രഭു ഒരേ ഒരു കോട്ട് കൂടെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. സോറി, ഞാൻ അത് പറയാൻ വിട്ടുപോയതാണ്. ശീല പ്രഭുപാദർ 1974 നവംബർ 21 ബോംബെയിൽ കൊടുത്ത ലെറ്റർ ടോപ്പോഹാമ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം പറഞ്ഞിട്ടുള്ളൂ സർ. ഇഫ് ദ ഫൗണ്ടേഷൻ ഈസ് സ്ട്രോങ് ഇൻ ചാന്റിങ് ഹിയറിംഗ് ദെൻ യുവർ കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് അഷ്വേർഡ്. നിങ്ങളുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും ബേസ്മെന്റ് എന്ന് പറയുന്ന ഫൗണ്ടേഷൻ സ്ട്രോങ് ഇൻ ചാന്റിങ്ങും ഹിയറിങ്ങും, ശ്രവണത്തിലും സ്മരണത്തിലും നാമജപത്തിലും ഈ പറഞ്ഞ പോലെ കേൾക്കുന്നതിലും സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളുടെ കൃഷ്ണാബോധം ഉറപ്പാണ്. കൃഷ്ണാബോധത്തിലാണ് നിങ്ങൾ. All these activities are pleasing to me that you are chanting, worshipping and deity and writing. അദ്ദേഹം ആ പറഞ്ഞ ഭക്തരോട് പറയാണ്, നിങ്ങളുടെ ഈ സേവനവും ഭക്തിയുക്ത സേവനം ചെയ്യലും കേൾക്കലും വിഗ്രഹാരാധനയും വർഷിപ്പ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് സന്തോഷമുള്ളാകുന്നു. സോ പ്ലീസ് കണ്ടിന്യൂ ആൻഡ് ഇൻക്രീസ് യുവർ enthusiasm. പ്രഭുപാദർ പറഞ്ഞ, നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ ഇൻതൂസിയാസം നമുക്ക് എപ്പോഴും വിട്ടുപോകരുത്. ഉത്സാഹ നിശ്ചയ ധൈര്യ തത്തത് കർമ്മ പ്രവർത്തന. നമ്മൾ ഭക്തിയിൽ എപ്പോഴും ഉത്സാഹിയായിരിക്കണം. ഒരു നിമിഷം പോലും ഈ പറഞ്ഞ പോലെ ഓ എനിക്ക് വയ്യ, ഞാൻ ക്ഷീണിച്ചു, മതി, എത്ര ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോ പ്ലീസ് കണ്ടിന്യൂ ആൻഡ് ഇൻക്രീസ് യുവർ enthusiasm ആൻഡ് ദെൻ ഷുവർലി യു വിൽ ബിക്കെയിം സക്സസ്ഫുൾ ഇൻ യുവർ കൃഷ്ണ കോഴ്സ്. ഇങ്ങനെ നമ്മൾ ഉത്സാഹത്തോടെയും നമ്മളുടെ നാമജപവും നമ്മളുടെ ശ്രവണവും ഇതെല്ലാം സ്ട്രോങ് ആയിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ കൃഷ്ണാബോധത്തിൽ വിജയിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ലാന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. ലെറ്റർ ടു ടോപ്പഹോമ, ബോംബെ 21 നവംബർ 1974. ശ്രീല പ്രഭുപാദിക്ക് ജയ. ശ്രീല ഗുരുദേവ്. എന്തെങ്കിലും കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ട് ചെയ്യണം. കേൾക്കാൻ ഉത്സാഹമായി ഇരിക്കുന്നു. ഹരേ കൃഷ്ണ. നന്ദി വാദം പ്രഭുജി, വളരെ സന്തോഷം. നന്ദി, നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഭക്തന്മാർക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം, ദർശനത്തിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. അപ്പൊ ആർക്കും പ്രത്യേകിച്ച് കമന്റ്സ് ഒന്നും പറയാനില്ല എന്ന് വിശ്വസിക്കുന്നു. സന്തോഷം.
നമുക്ക് ഹരേ ദർശനം കൃഷ്ണ എടുക്കാം. പ്രഭു, ദണ്ഡോത് പ്രണാംസ്. പ്രഭു, ഹരേ ഇന്നത്തെ കൃഷ്ണ. ഒരു കോട്ടില്, പ്രഭുപാദിന്റെ കോട്ടില് ഞാൻ ഇന്ന് വായിച്ചു, സ്പിരിച്വൽ മാസ്റ്റർ നമ്മൾ ദീക്ഷ എടുത്തവരാണെങ്കിൽ നമ്മളുടെ ഡ്യൂട്ടീസ് ശരിക്കും ചെയ്തിട്ടില്ലെങ്കിൽ അവര് നമ്മളെ എന്താ പറയാ, നമ്മളെ അങ്ങോട്ട് എത്തിക്കാന്, ഭഗവാന്റെ അടുത്ത് എത്തിക്കുന്നത് വരയ്ക്ക് അവർക്ക് ജനനം എടുക്കേണ്ടി വരും എന്ന് പ്രഭുപാദരുടെ കോട്ടിൽ പഠിച്ചു പ്രഭു. അപ്പൊ നമ്മൾ ദീക്ഷ എടുത്തവര് നമ്മളപ്പോ ഭയങ്കര കെയർഫുൾ ആയിട്ട് അവർക്ക് ഇനിയും ബുദ്ധിമുട്ടുകൾ കൊടുക്കാതെ നമ്മൾ നമ്മളുടെ ഡ്യൂട്ടീസ് ചെയ്തുകൊണ്ട് പോകണം എന്നല്ലേ പ്രഭു അതിന്ന് അറിയുന്നത്? തീർച്ചയായിട്ടും മാജി. കാരണം നമ്മൾ എത്രത്തോളം കാര്യങ്ങളെ ശ്രദ്ധയോടെ ചെയ്യുന്നില്ലയോ അത്രത്തോളം നമ്മളുടെ ഗുരുവിന് നമ്മളെ കൊണ്ടുപോകാനായിട്ട് വീണ്ടും വീണ്ടും ശ്രമിക്കേണ്ടി വരും എന്നുള്ളതാണ് എളുപ്പം. ചെറുതായിട്ട് സമ്മറി ചെയ്ത് പറയാം. അത് ഡെപ്തിൽ പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷെ ബേസിക്കലി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അതെല്ലാം ഗുരുവിനെ ബാധിക്കും. ഗുരുവിനെ ബാധിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ള, അദ്ദേഹത്തിന് നമ്മളെ കൊണ്ടുപോകാൻ അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഭഗവാന്റെ അടുത്ത്. ആ യാത്രയ്ക്ക് അദ്ദേഹം വീണ്ടും നമ്മളെ കാണാനും അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകാനായിട്ടും വീണ്ടും വരേണ്ടി വരും എന്ന് പറയുന്നു. താങ്ക് യു പ്രഭു. അത് വായിച്ചിട്ട് എനിക്കൊരു ലേശം ഒരു കുറ്റമുണർവ് തോന്നി. അത് നമുക്ക് തീർച്ചയായിട്ടും അത് ഓരോരുത്തർക്കും വേണ്ട ഒരു ക്വാളിറ്റിയാണ്. മതി കുറ്റുണർവ് വേണം എങ്കിൽ മാത്രമേ നമ്മൾ അത് അത്രത്തോളം ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ സഹായിക്കത്തുള്ളൂ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ദർശനത്തിലേക്ക് കിടക്കാം. ഞാനൊരു ലൈറ്റ് കൂടെ ഇട്ടേക്കാം. ശ്രീ ജഗന്നാഥ് ബലദേവ് സുഭദ്രാ മഹാറാണിക്ക് കാണാമല്ലേ പ്രഭു? ജയ് ജഗന്നാഥ് ബലദേവ് സുഭദ്രാ മഹാറാണിക്ക് ജയ്. ഇന്ന് നീല വസ്ത്രമാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത്. ഗൗർണിത്തായ കാണാം. गौरनिताई की जय, तत्व की जय, श्री महारानी की जय, नरसिंहदेव भगवान की जय, गुरुविंद की जय, पतित पांचाली की जय, कृष्ण प्रभुपाद की जय. അപ്പൊ ഒരു ലോങ് വ്യൂ ഇവിടെ നോക്കാം. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും ഇന്ന് പങ്കെടുത്ത ഭക്തജനങ്ങൾ എല്ലാവർക്കും നന്ദി. നാളെ ഇവിടെ ചപ്പൻ ഭോഗുണ്ട്. അതുപോലെ തന്നെ പുഷ്പാഭിഷേകം ഉണ്ടായിരിക്കുന്നതാണ്, നാമസങ്കീർത്തനം ഉണ്ടായിരിക്കുന്നതാണ്. രഥയാത്രയ്ക്ക് തലേദിവസമായ നാളെ അതിന് എല്ലാ ഭക്തജനങ്ങളും പങ്കുകൊള്ളണം. അതുപോലെ തന്നെ മറ്റന്നാളെ രഥോത്സവമുണ്ട്. PMG വൈകിട്ട് 4 മണിക്ക് തുടങ്ങുന്നു. രാവിലെ മുതലേ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് എല്ലാവർക്കും സൗകര്യമുള്ളതുപോലെ വന്ന് പങ്കുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അതുപോലെ വൈകിട്ട് ചൈതന്യ ചരിതാമൃതം ക്ലാസ്സും ഉണ്ട് 5 മുതൽ 5:45 വരെ. അതും മഹാപ്രഭുവിന്റെ വളരെ ദിവ്യമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. അതിനും ദയവായി പങ്കുകൊള്ളണം പറ്റുന്ന ഭക്തജനങ്ങൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, PMGയിൽ എത്ര മണിക്കാണ് തുടങ്ങുന്നത് പ്രഭു? 4 മണി മാതാജി. 4 മണി. 4 മണിക്ക്. ഓക്കെ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.